ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിൽ നിലമ്പൂർ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 5 മണിക്ക് നിലമ്പൂർ ടൗണിലാണ് കുട്ടിക്കലാശം. രാവിലെ മുതൽ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ആരംഭിക്കും. നഗരത്തിൽ കനത്ത സുരക്ഷാ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രം പിന്നിൽ കാണുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ നല്ല മഴയാണ്. അതൊന്നും ഇന്ന് ഈ സ്ഥാനാർത്ഥികളെയോ മുന്നണിയോ നിലമ്പൂരിലെ ജനങ്ങളെയോ ബാധിക്കുന്നതേയില്ല. അത്രയ്ക്ക് തെരഞ്ഞെടുപ്പ് ചൂട്, നിലമ്പൂരിൻ്റെ ചൂടാണ് ഇന്നിപ്പോൾ വൈകിട്ട് കൊട്ടിക്കലാശത്തോടു കൂടി അറിയാൻ പോകുന്നത്. എങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ ഇന്നത്തെ ഒരു പോക്കുകളും അവരുടെ കൊട്ടിക്കലാശത്തിനുള്ള പാതകളും വഴികളുമൊക്കെ? സ്വപ്ന, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ദിവസങ്ങളായി നിന്ന പ്രചരണമാണ് ഇന്ന് അവസാനിക്കുന്നത്. പരസ്യപ്രചരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. രാവിലെ മുതലാണ് സ്ഥാനാർത്ഥികളുടെ പര്യടനം ആരംഭിക്കുന്നത്. രാവിലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും റോഡ് ഷോ എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ പഞ്ചായത്തിലൂടെയും പ്രധാന വഴികളിലൂടെയും എല്ലാം തന്നെ അവരുടെ വാഹനങ്ങൾ കയറിയിറങ്ങും. വൈകിട്ടോടുകൂടി തന്നെ നിലമ്പൂർ ജംഗ്ഷനിലാണ് കൊട്ടിക്കലാശം ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ പാർട്ടിക്കും ഓരോ മുന്നണിക്കും ഓരോ സ്ഥലം എന്ന നിലയിൽ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ്, തൊട്ടടുത്തായി തന്നെയാണ് മുന്നണികൾക്ക് സ്ഥലം നൽകിയിട്ടുള്ളത്. ആശുപത്രി ജംഗ്ഷനിലാണ് UDF-നുള്ളത്. അവിടുന്ന് മുകളിലേക്ക് 100 മീറ്റർ ദൂരത്തേക്ക് മാറ്റി തന്നെയാണ് NDA-ക്കുള്ളത്. അതിന് തൊട്ടിപ്പുറത്തായി പോലീസ് സ്റ്റേഷൻ ജംഗ്ഷൻ വരെയാണ് LDF-ന് കൊടുത്തിട്ടുള്ളത്. ചന്തക്കുന്ന് മുതലാണ് PV അൻവറിനും ഒപ്പം തന്നെ SDP-ക്ക് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, M സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്ന ആ സമയത്ത് UDF LDF പ്രവർത്തകർ തമ്മിൽ ചില ഏറ്റുമുട്ടലുകളിലേക്ക്, തർക്കങ്ങളിലേക്കൊക്കെ തന്നെ വന്നിരുന്നു. സ്വാഭാവികമായും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെല്ലാം തന്നെ ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷയാണ് നിലമ്പൂരാകെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. 773 പോലീസുകാരെയാണ് സുരക്ഷാ ചുമതലകൾക്കായി വിന്യസിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 7 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ്. ഇതിൽ സംസ്ഥാന പോലീസ് വിഭാഗം മാത്രമല്ല, കേന്ദ്രസേനയുണ്ട്. അവരുടെ റൂട്ട് മാർച്ച് എല്ലാം തന്നെ നേരത്തെ നടത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ MSPയുടെ വിവിധ സേനാ വിഭാഗങ്ങളുണ്ട്. ഇങ്ങനെ അതിശക്തമായ സുരക്ഷ തന്നെയാണ്. കാരണം സംഘർഷം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നിലവിൽ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വളരെ സംയമനത്തോടെ പോകണമെന്ന നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളെല്ലാം തന്നെ ഇന്നലെ പൂർത്തിയായിട്ടുണ്ട്. ഇനി പ്രചാരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവിധ വിഷയങ്ങൾ വളരെ ശക്തമായി ഉയർത്തി തന്നെയാണ് മുന്നണികൾ അവസാന ദിവസങ്ങളിലേക്ക് എത്തുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ അടിയൊഴുക്കുകളിലാണ്. എവിടെ നിന്നൊക്കെ വോട്ട് മറിയോ, എവിടെ നിന്നൊക്കെ വോട്ട് ലഭിക്കാം എന്നുള്ളതാണ് ഓരോ മുന്നണിയും ആവേശത്തോടെ നോക്കുന്നത്. ഏതായാലും ആർക്കാണ് ഒരു എഡ്ജ് അല്ലെങ്കിൽ ആർക്ക് മുൻകൈ എന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോഴും നിലമ്പൂർ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിലുള്ള നീക്കങ്ങൾ ഏറ്റവും നിർണായകം തന്നെയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇറക്കിക്കൊണ്ടുള്ള വലിയ കാടടച്ചുള്ള പ്രചരണമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രിയങ്ക ഗാന്ധി വരുന്നു, മുഖ്യമന്ത്രി 3 ദിവസം മണ്ഡലത്തിൽ തമ്പടിക്കുന്നു. VD സതീശനും KC വേണുഗോപാലും എല്ലാം തന്നെ മണ്ഡലത്തിൽ പൂർണ്ണമായി നിന്നുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അങ്ങനെ ഓരോ പാർട്ടിയും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കുന്നു. ഇന്നലെ ഈ വിഷയം, അതായത് LDF-ഉം UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയുമായും PDP-യുമായുള്ള സഹകരണം, ഈ വിഷയം വളരെ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ NDA തയ്യാറെടുക്കുകയും അത് വളരെ ശക്തമായി തന്നെ ദേശസംരക്ഷണ സംഘമെന്നതിൽ തന്നെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മേജർ രവി, അതുപോലെ തന്നെ V മുരളീധരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിശക്തമായ പ്രചരണം. ഇങ്ങനെ ഓരോ മേഖലയും, പ്രധാനമായും നിലമ്പൂരിലെ വികസനം മാത്രം ചർച്ച ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് ഇതിനു മുൻപ് മലപ്പുറവുമായി ബന്ധപ്പെട്ടും മറ്റു സംസ്ഥാനത്തെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ചർച്ച നടന്നിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിന് അതൊരു വികാരമായി ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ UDF-ന് കഴിഞ്ഞു എന്നുള്ളത് കൂടി സംശയമാണ്. കാരണം അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് അത് പോകാതിരിക്കാൻ LDF-ന് കഴിഞ്ഞു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. പ്രത്യേകിച്ച് നിലവിലെ വിവാദ വിഷയങ്ങൾ വളരെ ശക്തമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിനെ ചൊല്ലിയുള്ള പോര് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതിന് മറുപടി LDF-ന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ PDP സഹകരണത്തിൽ UDF-ന്റെ പ്രതിരോധം ഉണ്ടാകുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം ആക്രമണം. ഏതായാലും വിവിധ സംഘടനകൾ, ഒപ്പം തന്നെ ചെറിയ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ, അത് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിൽക്കുന്നവരൊക്കെ തന്നെ LDF UDF മുന്നണികൾക്ക് പിന്തുണയുമായി വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് PV അൻവറിന്റെ സാന്നിധ്യം എന്താകും എന്നുള്ളതാണ്. നിലവിലെ തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. പ്രശാന്ത്, ഈ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ വളരെ കൗതുകകരമായ രീതിയിൽ തന്നെയാണ് അവിടുത്തെ ഓരോ വഴികളും മുന്നോട്ട് പോയത്. ഓരോ സ്ഥാനാർത്ഥി, അത് UDF-ൻ്റെതായാലും ആര്യടൻ ഷൗക്കത്തിന്റെ പ്രഖ്യാപനമായതിനു ശേഷം ആണെങ്കിൽ കൂടിയും പിന്നീട് PV അൻവറിന്റെ നിലപാടെന്ത്, ഒപ്പം BJP ഏത് സ്ഥാനാർത്ഥി നിർത്തും, BJP സ്ഥാനാർത്ഥി നിർത്തുകയില്ലയോ, അല്ലെങ്കിൽ ഇടതുമുന്നണി ഇവരെയെല്ലാം തോൽപ്പിക്കാൻ ആരും, അങ്ങനെ ഒരുപാട് കൗതുകകരമായ കാഴ്ചകളുടെയും നാൾവഴികളിലൂടെയുമാണ് നിലമ്പൂരിലെ പ്രചാരണമടക്കം മുന്നോട്ട് പോയത്.